അപ്പൊ ഇതിനകത്ത് എത്ര 12 ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഏതിലാ? 3ഉം 6ൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ. ഓക്കെ, ചെയ്ത കാര്യത്രേ ഉള്ളൂ. ഇപ്പൊ ഈ രണ്ട് ഭിന്നസംഖ്യകളെ തമ്മിൽ കൂട്ടാൻ 2ൽ1ഉം 4ൽ1ഉം ചേർത്താൽ നമുക്ക് 4ൽ3 എന്നെഴുതാം. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ വിപിൻ രാജ്. എല്ലാവർക്കും എൻട്രിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. LGS പരീക്ഷയുടെ ഡേറ്റ് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പൊ ഇനി നമുക്കിനി ഹോൾ ടിക്കറ്റ് ഇടാം, നമ്മൾ പോയി പരീക്ഷ എഴുതുക. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിലുള്ള ഇനി ഒരു സമയം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ ഇനി വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് റിവൈസ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. ടോപ്പിക്കായിട്ട് തന്നെ പഠിക്കലല്ല, പകരം കുറെ ചോദ്യങ്ങളിലൂടെ മുൻകാലങ്ങളിൽ എന്ന് വെച്ചാൽ ഒരുപാട് പഴയ ചോദ്യങ്ങളൊന്നും അല്ല, റീസെന്റ് ആയിട്ട് നമുക്ക് LGS നിലവാരത്തിലുള്ള പരീക്ഷകളിൽ നിന്ന് കിട്ടിയ ചോദ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒന്ന് റിവൈസ് ചെയ്ത് എടുക്കുകയാണ് നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, അതിനകത്തായിട്ട് ബന്ധപ്പെട്ട കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തില് നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ, ഇപ്പൊ നമ്മൾ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ഓരോന്നോരോന്നായിട്ട് വരുമ്പോൾ അതിന്റെ ഉത്തരങ്ങൾ സ്വയം കണ്ടെത്താനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് അതിനകത്ത് കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് പറയുമ്പം നമ്മൾ നേരത്തെ കണ്ടിട്ടില്ലാത്തതാണ്, അല്ലെങ്കിൽ നമ്മൾ എഴുതി വെക്കാൻ വിട്ടുപോയതാണ്, നമുക്ക് ഓർമ്മ കിട്ടാത്തതൊക്കെ ആണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യുക. അപ്പൊ മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച കാര്യങ്ങൾ, ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ നിന്ന് ചില കാര്യങ്ങൾ നമ്മൾ മിസ്സായിട്ടുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് നോക്കാനുള്ള അവസരമാണ്. അപ്പൊ ആ രീതിയിൽ മുൻകാല ചോദ്യങ്ങളിലൂടെ നമ്മളൊന്ന് സെറ്റാക്കി എടുക്കുകയാണ്, പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ചോദ്യങ്ങളും ഉത്തരങ്ങളും എന്നുള്ള രീതിയിൽ കണ്ടുപോകാതെ ചോദ്യങ്ങൾക്ക് ഉത്തരം സ്വയം കണ്ടെത്തുക, എന്നിട്ട് ആൻസർ ശരിയാണോ എന്ന് പരിശോധിക്കുക. അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് ആ ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇതിപ്പോ 2023 നടന്ന ഒരു LGS നിലവാരത്തിലുള്ള പരീക്ഷയിൽ നിന്നെടുത്ത ചോദ്യങ്ങളാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. താഴെ തന്നിരിക്കുന്നതിൽ അഭാജ്യ സംഖ്യ ഏത്? 8, 2, 1, 0. താഴെ തന്നിട്ടുള്ളവയിൽ അഭാജ്യ സംഖ്യ ആര് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് 1 അടിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അത് തെറ്റിപ്പോവും, അറിയാലോ അല്ലെ. അപ്പൊ ഈ തന്നിരിക്കുന്നതിനകത്ത് ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന് പറയുന്നത് ആരാണ്? 2 ആണ് അല്ലെ. അഭാജ്യ സംഖ്യ എന്ന് പറയാൻ ഇതിനകത്ത് ആര് മാത്രമേ ഉള്ളൂ? 2 മാത്രമേ ഉള്ളൂ. അഭാജ്യ സംഖ്യയായ ഏക ഇരട്ട സംഖ്യ, ഏറ്റവും ചെറിയ അഭാജ്യ സംഖ്യ എന്ന പേരിലെല്ലാം അറിയപ്പെടുന്ന നമ്പർ ആരാണ്? 2 ആണ്. 2 അല്ലാതെ മറ്റൊരു ഇരട്ട സംഖ്യ എന്തായിട്ട് വരുന്നില്ലടാ? അഭാജ്യ സംഖ്യയായിട്ട് വരുന്നില്ല. ഓക്കെ, അപ്പൊ ഈ 8ന്റെ പ്രത്യേകത എന്താ? 8 എന്ന് പറയുന്ന സംഖ്യയുടെ പ്രത്യേകത ഇതൊരു ഭാജ്യ സംഖ്യയാണ്. ഈ ഒരു സംഖ്യയുടെ പേരെന്താണ്? ഇതിനെ നമ്മൾ എന്താ വിളിക്കുക? ഭാജ്യ സംഖ്യ അഥവാ കോമ്പോസിറ്റ് നമ്പർ എന്നാണ്. മാത്രമല്ല, ഈ 1നെയും 0ത്തെയും നമ്മൾ എന്ത് പറയാറുണ്ട്? ഭാജ്യവുമല്ല, ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത സംഖ്യ എന്ന് പറയാറുണ്ട്. ഭാജ്യമല്ല അഭാജ്യവുമല്ലാത്ത സംഖ്യകളാണ് ആരൊക്കെ? 1ഉം 0ഉം. ഓക്കെ, ഇനി 1ന് ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ എന്ന വിശേഷണം കൂടിയുണ്ട്. മാത്രമല്ല, 1ആണ് ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ അല്ലെ. അവരുടെ ആ ഒരു പ്രത്യേകതകളൊന്നും നമ്മൾ പഠിച്ചു പോവാണ്. 1ആണ് ഏറ്റവും ചെറിയ ഒറ്റ സംഖ്യ, 1ആണ് ഏറ്റവും ചെറിയ എണ്ണൽ സംഖ്യ. 2 എന്ന് പറയുന്ന സംഖ്യ അഭാജ്യ സംഖ്യ എന്ന് മാത്രമല്ല, ഏറ്റവും ചെറിയ ഇരട്ട സംഖ്യ എന്നും അറിയപ്പെടുന്നു. ഇനി 0 എന്ന് പറയുന്ന സംഖ്യക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ? ഉണ്ട്. 0 എന്ന സംഖ്യ ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യയാണ് അല്ലെ. ഈ 0 എന്ന് പറയുന്ന സംഖ്യ എന്തല്ല? ഭാജ്യമോ അഭാജ്യമോ അല്ലാത്ത സംഖ്യയാണ്, പോസിറ്റീവോ നെഗറ്റീവോ അല്ലാത്ത സംഖ്യയാണ്, ഏറ്റവും ചെറിയ അഖണ്ഡ സംഖ്യയാണ്. ഓക്കെ, ഇതൊക്കെ പല പരീക്ഷകളിലായിട്ട് വന്നിട്ടുള്ള ചില ചോദ്യങ്ങളെ ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പൊ താഴെ തന്നിട്ടുള്ളതിൽ അഭാജ്യ സംഖ്യ ആര് എന്ന ചോദ്യത്തിന് ഇനി നമ്മൾ സംശയിക്കേണ്ട. ഏതാണ് അത്? 2. ഉറപ്പിക്കട്ടെ. ശരി, മറ്റൊരു ചോദ്യം. 3 1/6 എത്ര 1/12 ഉണ്ട് അല്ലെ. അല്ലെങ്കിൽ ഇങ്ങനെ വായിക്കാം നമുക്ക് മലയാളത്തിൽ, 3ഉം 6ൽ1 എത്ര 12ൽ1 ഉണ്ട് എന്നാണ്. അപ്പൊ നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, 10ൽ എത്ര 2കൾ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ചെയ്യുക? 10നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലെ. 25ൽ എത്ര 5കൾ ഉണ്ട്? എന്താ ചെയ്യുക? 25നെ നമ്മൾ എന്ത് ചെയ്യും? 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 50ൽ എത്ര 5 ഉണ്ട് എന്ന് ചോദിച്ചാൽ 50നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലെ. അതേ രീതിയിൽ ഇവിടെ 3ഉം 6ൽ1 എത്ര 12ൽ1 ഉണ്ട് എന്ന് ചോദിച്ചാൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് 3ഉം 6ൽ1 എന്ന് പറയുന്ന സംഖ്യയെ ഏതുകൊണ്ട് ഹരിക്കുക? 12ൽ1 കൊണ്ട് ഹരിക്കുക. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ. അപ്പൊ ഈ രണ്ട് ഭിന്നസംഖ്യകളെ തമ്മിൽ ഹരിച്ചെഴുതിയാൽ നമ്മുടെ റിസൾട്ട് ആയി. ഓക്കെ, അപ്പൊ ഞാൻ ചോദിക്കട്ടെ, 3ഉം 6ൽ1 എന്ന് പറയുന്ന സംഖ്യയല്ലേ, ഇതിനെ ഞാൻ ഒന്ന് കൺവേർട്ട് ചെയ്യട്ടെ. ഹരിക്കണമെങ്കിൽ നമുക്ക് മിശ്ര ഭിന്നമാക്കിയിട്ടിട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 3ഉം 6ൽ1 കൺവേർട്ട് ചെയ്യണം, ശ്രദ്ധിക്കുക.
എങ്ങനെയാണ് ഈ ഛേദസംഖ്യയായ 6 അതുപോലെ അങ്ങ് എഴുതുക. കുഴപ്പമുണ്ടോ? ഇല്ല. ഈ 6ഉം 3ഉം കൂടെ ഗുണിക്കുക. 6 3 എത്രയാ അത്? 18. 18 1ഉം 19. കണ്ടോ? അപ്പൊ 19/6 എന്ന് നമുക്ക് കിട്ടില്ലേ? ഓക്കെ. അപ്പൊ 6 3 18 18 1ഉം 19 അംശമാക്കി എഴുതി. 6 താഴെ ഛേദമായിട്ട് തന്നെ എഴുതി. ഓക്കെ. ഇനി ഇതിനകത്ത് എത്ര 12ൽ 1 ഉണ്ട് എന്നറിയാൻ 12ൽ 1 കൊണ്ട് ഹരിച്ചാൽ പോരെ? അല്ലെ? ഈ 12ൽ 1 കൊണ്ട് ഹരിക്കുന്നതിന് പകരം നമുക്ക് ഗുണിക്കാം. എങ്ങനെയാ? 12 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഗുണിച്ചാൽ മതി. എന്താ അങ്ങനെ ചെയ്യാനുള്ള കാരണം അറിയാലോ? 12ൽ 1 എന്ന് പറയുന്ന ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കുന്നതിന് പകരം അതിന്റെ വിൽക്രമം അഥവാ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കുക. അപ്പൊ 12ൽ 1ന്റെ വിൽക്രമം എന്ന് പറയുന്ന ആരാണ്? 12 ആണ്. അല്ലെ? ഈ 6നെയും ഈ 12നെയും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് 2 എന്ന് എഴുതാം. 2 × 19. 19നെ 2 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നു 38. കിട്ടിയോ? ഇത്രയേ ഉള്ളു കാര്യം. ഓക്കെ. അപ്പൊ ഇതിനകത്ത് എത്ര 12ൽ 1കൾ ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം. ഏതിലാ? 3ഉം 6ൽ 1ൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണല്ലോ. ഓക്കെ. ചെയ്ത കാര്യം ഇത്രേ ഉള്ളൂ. 3ഉം 6ൽ 1ൽ എത്ര 12ൽ 1കൾ ഉണ്ട് എന്നറിയാൻ ആദ്യം നമ്മൾ എന്ത് ചെയ്തു? 3ഉം 6ൽ 1 എന്ന് പറയുന്ന സംഖ്യയെ കൺവേർട്ട് ചെയ്തു. എങ്ങനെ കൺവേർട്ട് ചെയ്തു? അതെ, ഈ മിശ്ര ഭിന്നമായിട്ടുള്ളത് വിഷമ ഭിന്നത്തിലേക്ക് എഴുതി. അപ്പൊ 19/6 എന്ന് എഴുതാൻ പറ്റിയിട്ടുണ്ട്. അല്ലെ? ഇതിനെ നമ്മൾ 12ൽ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം 12ൽ 1ന്റെ റെസിപ്രോക്കലായ 1ൽ 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ ഈ 6നെയും ഈ 12നെയും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് 2 എന്ന് എഴുതുക. 2 × 19. 19നെ 2 കൊണ്ട് ഗുണിച്ചാൽ എത്ര കിട്ടുന്നത്? 38. സെറ്റ് ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഹരിച്ചെഴുതാനുള്ള കാരണം മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. ഓക്കെ. അതുപോലെ മറ്റൊരു ചോദ്യം. ഒരു സംഖ്യയോട് അതിന്റെ 10% കൂട്ടിയാൽ 66 കിട്ടും. സംഖ്യ ഏത്? ഒരു സംഖ്യയോട് അതിന്റെ 10% കൂട്ടിയാൽ 66 ലഭിക്കും. സംഖ്യ ഏത്? അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ചെയ്യാം? സിമ്പിൾ ആയിട്ട് എങ്ങനെ ചെയ്യാം എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ എടുത്താൽ മതിയാവും. അപ്പൊ 30 എന്ന് പറയുന്ന സംഖ്യ 30ന്റെ 10% 3 അല്ലേടാ? ആണ്. 30ഉം 3ഉം കൂടെ കൂട്ടിയാൽ 33 വരത്തുള്ളൂ. ശരിയല്ലേ? ഇതെന്തല്ല? 66 അല്ലല്ലോ. 40 എന്ന് പറയുന്ന സംഖ്യ ഏതൊരു സംഖ്യയും 10% എടുക്കാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? 10 കൊണ്ട് ഹരിച്ചാൽ മതി. ശരിയല്ലേ? അപ്പൊ 40ന്റെ 10% എന്ന് പറയുന്നത് 4 ആണ്. അപ്പൊ ഇത് നമുക്ക് 44 എന്നേ എഴുതാൻ പറ്റത്തുള്ളൂ. ശരിയല്ലേ? അടുത്ത 50ലേക്ക് വരുമ്പോ 50നോട് അതിന്റെ 10% 5 കൂട്ടിയാൽ 55 എന്നേ എഴുതാൻ പറ്റും. ഇനി 60ലേക്ക് വരികയാണെങ്കിൽ അതിന്റെ 10% 6 കൂട്ടിയാൽ 66 എന്ന് എഴുതാം. കണ്ടോ? ഇവിടെ 66 കൃത്യമായി കിട്ടിയിരിക്കുന്ന ഏതിലാണ്? 60ലാണ്. സോ നമ്മുടെ ആൻസർ 60. പിടി കിട്ടിയോ? ഇങ്ങനെ നമുക്ക് ചെയ്യാം. ഇത് ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള മാർഗം. ഓക്കെ. എന്നാൽ ഇതിന് മറ്റൊരു മെത്തേഡ് ഇല്ലേ? ഉണ്ട്. അതെന്താന്ന് വെച്ചാലേ ഒരു സംഖ്യയോട് അതിന്റെ 10% കൂട്ടിയാൽ എന്നാണ്. അപ്പൊ സാധാരണഗതിയിൽ നമ്മുടെ തന്നിട്ടുള്ള സംഖ്യയെ നമ്മൾ 100% എടുക്കുകയാണ്. തന്നിരിക്കുന്ന സംഖ്യ 100%. ഇതിനോട് 10% കൂട്ടിയാൽ ഇത് എത്രയായിട്ടുണ്ടാവും? 110% ആയിട്ടുണ്ടാവും. അല്ലെ? നമ്മുടെ സംഖ്യ 100% ആണെങ്കിൽ അതിൽ 10% കൂട്ടുമ്പോൾ 110% എന്ന് കിട്ടുന്നു. ഈ 110% എന്ന് പറയുന്നത് 66 ആണ്. എന്നാൽ ഇതിന്റെ 100% എത്ര എന്നുള്ളതാണ് ചോദ്യം. പിടികിട്ടിയോ? ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്താ സംഭവം? 100% നമ്മൾ സംഖ്യ എടുത്താൽ അതിലേക്ക് 10% ആഡ് ചെയ്യുമ്പോൾ എത്രയായി? 110 ആയി. 110% 66 ആണെങ്കിൽ 100% എത്ര എന്നുള്ളതാണ്. ഇത് നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ ദാ ഈ 100ഉം 66 തമ്മിൽ ഗുണിക്കുക. ദാ ഈ 110 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ. അതായത് ഈ 66നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 100 കൊണ്ട് ഗുണിക്കുന്നു. അല്ലെ? എന്നിട്ട് ഏത് കൊണ്ട് ഡിവൈഡ് ചെയ്യുക? 110 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇവിടെ ഒരു 0 ഉണ്ട്. ഇവിടെ ഒരു 0 ഉണ്ട്. ക്യാൻസൽ ആയി. ഇവിടെ ഒരു 66, ഇവിടെ ഒരു 11 ക്യാൻസൽ ആയി. 6 × 10 60 കിട്ടിയോ? ഇത്രയേ ഉള്ളൂ കാര്യം. അല്ലെ? അപ്പൊ ഇതിൽ സംഖ്യ ഏത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം 60 എന്ന് എഴുതിയാൽ മതിയാകും. വേറൊന്നുമില്ല. ക്ലിയർ അല്ലേ? യെസ്. അടുത്തൊരു ചോദ്യത്തിലേക്ക്. 2ൽ 1 + 4ൽ 1 എത്ര? സിമ്പിൾ ചോദ്യമാണ്. പക്ഷെ ഇത് നമ്മൾ ചെയ്തങ്ങ് കുളമാക്കാറാണ് പതിവ്. അല്ലേ? നിങ്ങളിവിടെ വേറെ ഒന്നും ആലോചിക്കണ്ട. 2ൽ 1 എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയുന്ന പോലെ അരയാണല്ലോ. അല്ലെ? 4ൽ 1 എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ തന്നെ അതെന്താണ്? കാലാണ്. അരയും കാലും ചേർന്നാൽ മുക്കാലാണെന്നറിയാത്ത ഏതെങ്കിലും കുഞ്ഞുങ്ങളുണ്ടോ? എല്ലാവർക്കും അറിയാം. അല്ലെ? അപ്പൊ ഈ മുക്കാലല്ല നമ്മുടെ ആൻസർ. നമുക്ക് ഇതിന്റെ എന്ത് രൂപമാണ് വേണ്ടത്? ദശാംശ രൂപമാണ് വേണ്ടത്.
ഇപ്പൊ മുക്കാൽ എന്ന് പറയുന്ന സംഖ്യയെ നമ്മൾ ദശാംശ രൂപത്തിൽ എടുത്താൽ 0.25 എന്നാണോ? അല്ല, 0.25 എന്ന് വെച്ചാൽ എന്താണ്? കാലാണ്. 0.75 ആണോ? ആണ്. 0.35 ആണോ? അല്ല. 0.85 ആണോ? അല്ല. മുക്കാലിനെ നമ്മൾ 0.75 എന്നാണ് പറയുക. അപ്പൊ അത് സംശയമാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മാർഗമുണ്ട്. ഇപ്പൊ 3/4 എന്ന് പറയുന്ന ഒരു ഭിന്നസംഖ്യയാണല്ലോ. ഇതിനെ ദശാംശത്തിലേക്ക് മാറ്റാൻ എന്താ മാർഗം എന്ന് അറിയാവോ? ഒരു സംഖ്യയിലേക്ക് ദശാംശം വരുന്നത് എങ്ങനെയാ? അതിന്റെ ഛേദത്തിൽ 10ഓ 10ന്റെ കൃതികളോ വരുമ്പോഴാണ്. അപ്പൊ ഈ 4നെ നിങ്ങൾ എന്താക്കുക? 10ന്റെ കൃതിയാക്കുക. 4 എന്ന് പറയുന്ന സംഖ്യ 2ന്റെ സ്ക്വയർ ആണ്. 4 എന്ന് പറയുന്ന സംഖ്യ 2ന്റെ സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുക? 5ന്റെ സ്ക്വയർ ആയ 25 കൊണ്ട് ഗുണിക്കുക. 2 × 5 ആണല്ലോ 10. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 4 എന്ന് പറയുന്ന 2ന്റെ സ്ക്വയറിനോട് 5ന്റെ സ്ക്വയർ ആയ 25 ഗുണിക്കുക. അതേ 25 മുകളിലും കൊടുക്കുക, അല്ലെ? അപ്പൊ മുകളിൽ കിട്ടുന്ന നമ്പർ 3 × 25 75 ആണ്. താഴെ കിട്ടുന്ന നമ്പർ 4 × 25 100 ആണ്. ആണല്ലോ. അപ്പൊ 75/100 എന്ന് വെച്ചാൽ 0.75 എന്നല്ലേ? അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, കൂട്ടുന്നതിനകത്ത് വേറെ കൺഫ്യൂഷൻ ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ രണ്ട് ഭിന്നസംഖ്യകളെ തമ്മിൽ കൂട്ടാൻ 2-ൽ-1 4-ൽ-1 ചേർത്താൽ നമുക്ക് 4-ൽ-3 എന്നെഴുതാം. മുക്കാൽ എന്നാണ് എഴുതുന്നത്. അപ്പൊ ഈ മുക്കാൽ എന്നതിനെ സൂചിപ്പിക്കുന്ന ദശാംശ സംഖ്യ ഏത് എന്നാണ് ചോദ്യം. അപ്പൊ മുക്കാലിന്റെ ദശാംശ സംഖ്യാ രൂപം നോക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇത്രയും മാത്രം ആലോചിക്കുക. 3/4 ആണ് അല്ലെ? ഈ 4 നമുക്ക് 2ന്റെ സ്ക്വയർ എന്ന് എഴുതാം, അല്ലെ? 2നോട് ആര് ചേർന്നാലാണ് അത് 10 ആവുക? 5 ആണ്. അപ്പൊ 2ന്റെ സ്ക്വയറിനോട് ചേരേണ്ടത് 5ന്റെ സ്ക്വയർ ആണ്. ഈ 5ന്റെ സ്ക്വയർ താഴെ മാത്രം ഗുണിച്ചാൽ പറ്റുമോ? ഇല്ല, ഇതിന്റെ അംശത്തിലും ഗുണിക്കണം. കണ്ടോ? അപ്പൊ മുകളിൽ കിട്ടുന്നത് 75 ആണ്. താഴെ കിട്ടുന്നതോ 2ന്റെ സ്ക്വയറും 5ന്റെ സ്ക്വയറും ചേർന്നാൽ 10ന്റെ സ്ക്വയർ ആണ്. 75/10ന്റെ സ്ക്വയർ ആണ്. 75നെ 10ന്റെ സ്ക്വയർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് 0.75 എന്നാണ്. മുക്കാൽ. ഓക്കെ അല്ലേ? യെസ്. അതുപോലെ മറ്റൊരു ചോദ്യം. റൂട്ട് ഓഫ് 9604 9604ന്റെ റൂട്ട് എത്ര എന്ന് ചോദിക്കാം. 9604ന്റെ റൂട്ട് ചോദിക്കുമ്പോ അല്ലെ, സാധാരണഗതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ഘടകക്രിയ ചെയ്തിട്ട് ചെയ്യാറുണ്ട്, അല്ലെ? അപ്പൊ ഈ ഒരു നമ്പറിന്റെ റൂട്ട് ചോദിച്ചാൽ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മതിടാ. ഈ 9604 ഏകദേശം എവിടെ എത്തിയിട്ടുണ്ട്? 10,000-ത്തിനടുത്ത് എത്തിയിട്ടുണ്ട്, അല്ലെ? അപ്പൊ 10,000-ത്തിന് താഴെയുള്ള സംഖ്യയാണ് 10,000-ത്തിന് താഴെയുള്ള സംഖ്യയാണ് 9604, അല്ലെ? അതുകൊണ്ട് തന്നെ ഇതിന്റെ റൂട്ട് എടുത്ത് എഴുതാൻ എന്താ മാർഗം എന്ന് വെച്ചാൽ 10,000-ത്തിന്റെ റൂട്ട് എത്രയാ? 10,000-ത്തിന്റെ റൂട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ 100 ആണ്. അപ്പൊ 100ന്റെ താഴെയുള്ള ഒരു സംഖ്യയാണ്, അല്ലെ? അപ്പൊ അത് 90-ലെ താഴെ പോവോ? ഇല്ല. 90ന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 8100 അറിയാലോ. 90ന്റെ സ്ക്വയർ 8100 ആണ്, ശരിയല്ലേ? അപ്പൊ അതുകൊണ്ട് തന്നെ 90-നും 100-നും ഇടയിലുള്ള ഒരു സംഖ്യയാണ്. മാത്രമല്ല ഈ നമ്പേഴ്സ് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? 9604 എന്ന. അപ്പൊ 4-ൽ അവസാനിക്കുന്ന സംഖ്യ. 4-ൽ അവസാനിക്കുന്ന സംഖ്യയാണെങ്കിൽ അത് ഏതിന്റെ സ്ക്വയർ വരണം? ഏതിന്റെ സ്ക്വയർ വരണം എന്ന് ആലോചിച്ച് നോക്കിയേ. 2ന്റെ സ്ക്വയർ വന്നാൽ പറ്റുമോ? 2ന്റെ സ്ക്വയർ 4 ആണ്, ശരിയല്ലേ? അതുപോലെ വേറെ ഏത് നമ്പറിന്റെ സ്ക്വയർ വന്നാൽ 4 കിട്ടും? 8ന്റെ സ്ക്വയർ. 8 8 64, അല്ലെ? അപ്പൊ 90-നും 100-നും ഇടയിൽ ഉള്ള 2-ൽ അവസാനിക്കുന്നതോ 8-ൽ അവസാനിക്കുന്നതോ ആയിട്ടുള്ള ഒരു നമ്പറാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഓപ്ഷനിൽ നോക്കുമ്പോൾ ആരില്ല? 2-ൽ അവസാനിക്കുന്ന നമ്പർ ഇല്ല, 8-ൽ അവസാനിക്കുന്ന നമ്പറേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ പറയാം 98. കേട്ടോ? അത്രേ ഉള്ളൂ. ഓക്കെ, ഇതുപോലൊരു സംഖ്യ തന്നിട്ട്, ഇപ്പൊ ഒരു 4 അക്ക സംഖ്യയാണ് 9604 തന്നിട്ട് ഇതിന്റെ വർഗ്ഗമൂലം എത്ര അല്ലെങ്കിൽ സ്ക്വയർ റൂട്ട് എത്ര എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നമ്പറിനെ ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യാം. അവസാനത്തെ 2 ഡിജിറ്റ് മാത്രം ഒരുമിച്ച്, ബാക്കിയുള്ള ഡിജിറ്റ് എല്ലാം ഒരുമിച്ച്. ഓക്കെ, ഈ അവസാനത്തെ ഒരു ഡിജിറ്റ് നോക്കി അല്ലെങ്കിൽ ഈ 2 ഡിജിറ്റ് നോക്കുമ്പോൾ ഏതിൽ അവസാനിക്കുന്നേ? 04 ആണ്. ഈ 04 അവസാനിക്കുന്നത് ഏത് ഡിജിറ്റിന്റെ സ്ക്വയർ ആയിട്ടാണെന്ന് നോക്കുക. 2ന്റെ സ്ക്വയറും വരാം, 8ന്റെ സ്ക്വയറും വരാം. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങൾ അടുത്ത് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ കണ്ടോ, 96 എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ട്, അല്ലെ? അപ്പൊ ഈ 96-ൽ നിന്ന് ഇതിന്റെ തൊട്ടടുത്ത നമ്പർ ഏതെന്ന് കണ്ടുപിടിക്കലാണ്. അപ്പൊ വേറെ ഒന്നുമില്ല, നിങ്ങൾ 96-ന് തൊട്ട് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ ആര് എന്ന് നോക്കിയാൽ മതി. 96-ന് തൊട്ട് മുമ്പുള്ള പെർഫെക്റ്റ് സ്ക്വയർ 81 ആണല്ലോ. 81-ന്റെ റൂട്ട് എത്രയാടാ? 81-ന്റെ റൂട്ട് 9. അപ്പൊ ഈ 9 ഇവിടെ കൊടുക്കാം. അപ്പൊ ഒന്നുകിൽ ഇതിന്റെ ആൻസർ 92 എന്നായിരിക്കും, അല്ലെങ്കിൽ ഇവിടുത്തെ ആൻസർ 98 ആയിരിക്കും.
ഇവിടെ രണ്ടും കൂടെ വന്നിട്ടില്ല, 98 മാത്രമേ വന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ ആരെ ചൂസ് ചെയ്തു? 98നെ ചൂസ് ചെയ്തു. ഇങ്ങനെ ചെയ്താൽ ശരിയാണ്. ഓക്കെ, ഇത് നിങ്ങൾ ടോപ്പിക്ക് പഠിച്ചപ്പോഴത്തേക്ക് മെത്തേഡൊക്കെ പഠിച്ചിട്ടുണ്ടാകും അല്ലെ. അടുത്ത ചോദ്യം, 68, 72, 64, 91, 48 എന്നീ സംഖ്യകളുടെ ശരാശരി കണക്കാക്കുക. ആവറേജ്. അപ്പൊ ഈ ശരാശരി കണക്കാക്കാൻ എന്താ മാർഗം? ശരാശരി അഥവാ ആവറേജ് കണക്കാക്കാൻ നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്. തന്നിട്ടുള്ള അളവുകളുടെ തുകയെ അവരുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? പറഞ്ഞോ. ശരാശരി കിട്ടും. ശരിയല്ലേ? അപ്പൊ ഈ ശരാശരി കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യാണ്? തുക എടുക്കാൻ പോവാണ്. അപ്പൊ തുക എടുക്കാൻ ഈ തന്നിരിക്കുന്ന സംഖ്യകളെല്ലാം കൂടെ ഒരുമിച്ച് എടുത്തിട്ട് നിങ്ങൾ ചെയ്യാൻ നിൽക്കണ്ട. പകരം ഇങ്ങനെ ആലോചിക്കുക, ഇതിനകത്ത് 60 എന്ന് പറയുന്ന സംഖ്യ ഉണ്ട്, 70. 60 70 എത്രയായിട്ടുണ്ട്? 130. 130നോട് 60 കൂട്ടിയാൽ 190. 190നോട് 90 കൂട്ടിയാൽ എത്രയാ? 280 അല്ലെ. 280നോട് 40 കൂട്ടുക. അപ്പൊ എത്ര കിട്ടും നമുക്ക്? 320 എന്ന് കിട്ടും. ഇതൊക്കെയാണല്ലോ. ഓക്കെ, അതായത് 10കളുടെ ഗുണിതമാക്കി എടുത്ത് നമ്മൾ അങ്ങ് ആഡ് ചെയ്ത് വെച്ചു. ഇനി അതിനകത്ത് ചെറിയ ചെറിയ നമ്പേഴ്സ് ഉണ്ട് അല്ലെ. 8ഉം 2ഉം എത്ര കിട്ടിയിട്ടുണ്ട്? 10. 10 4 14, 14 1 15, 15ഉം 8ഉം 15നോട് 8 കൂട്ടിയാൽ എത്ര കിട്ടും? അത് 23 എന്നാണ്. ആണല്ലോ. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കിയടാ, ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ എന്താ കിട്ടുന്നത്? 343 എന്ന് കിട്ടുന്നുണ്ടോ? ഇവരുടെ തുക 343 എന്നാണ്. 343 എന്ന് കിട്ടുന്നു അല്ലെ. ഇവർ എത്ര പേരുണ്ടെന്ന് നോക്കിയേ. 2 4 5 പേരാണുള്ളത്. 5 സംഖ്യകളാണ് അല്ലെ. അപ്പൊ ഈ 5 സംഖ്യകളാണ്, അതുകൊണ്ട് 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഈ തുകയെ 5 കൊണ്ട് ഹരിക്കാൻ പോവാ. ഒരു നമ്പറിനെ 5 കൊണ്ട് ഹരിക്കാനുള്ള എളുപ്പമാർഗം നമ്മൾ പറയാൻ പോവാണേ. വേറെ ഒന്നുമില്ല, തന്നിട്ടുള്ള സംഖ്യയുടെ ഇരട്ടി എടുത്ത് എഴുതുക, അതിൽ ഒരു ദശാംശ സ്ഥാനം കൊടുക്കുക. വേറെ ഒന്നും ചെയ്യാനില്ല. തന്നിട്ടുള്ള സംഖ്യ എന്താണ്? 343 ആണ്. അതിന്റെ ഇരട്ടി എത്രയാ? 686 എന്നാണ്. ഇതിൽ ഒരു ദശാംശ സ്ഥാനം കൊടുക്കുക. കഴിഞ്ഞു. ആൻസർ എത്രയാ? 68.6 എന്നാണ്. വെറുതെ സമയം കളയണ്ട. ഓക്കെ, അപ്പൊ ചെയ്ത കാര്യം ഇത്രേ ഉള്ളൂ. നമുക്ക് ഈ തന്നിരിക്കുന്ന 5 സംഖ്യകളെ നമ്മൾ ആഡ് ചെയ്തു. ഈ 5 സംഖ്യകളുടെ തുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. താഴെ താഴെ എഴുതി കൂട്ടിയിട്ടോ, ഇതുപോലെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്ത പോലെയോ എങ്ങനെ ചെയ്താലും പ്രശ്നമില്ല. അത് മൊത്തത്തിൽ എത്ര കിട്ടിയിട്ടുണ്ട്? 343 കിട്ടിയിട്ടുണ്ട്. ഇതിന് നമ്മൾ എന്ത് ചെയ്യുക? അവരുടെ എണ്ണമായ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം സംഖ്യയുടെ ഇരട്ടി എടുത്ത് എഴുതുക. 343ന്റെ ഇരട്ടി എന്ന് പറയുന്നത് 686 ആണ്. എന്നിട്ട് ഇതിലോ ഒരു ദശാംശ സ്ഥാനം കൂടി കൊടുക്കുക. അപ്പൊ 68.6 എന്നാണ് കിട്ടുന്നത്. അത്രേ ഉള്ളൂ കാര്യം. തെറ്റായില്ലേ? അതുപോലെ മറ്റൊരു ചോദ്യം, ഒരാൾ ഒരു ഉൽപ്പന്നം 840 രൂപയ്ക്ക് വിറ്റു. 20% ലാഭം നേടി. 30% ലാഭം കിട്ടണമെങ്കിൽ അയാൾ അത് എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നുള്ളതാണ്. ഒരാൾ ഒരു സാധനം വിൽക്കുമ്പോൾ അയാൾക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 840 രൂപ കിട്ടിയിട്ടുണ്ട് അല്ലെ. ആ സമയത്ത് എന്താണ്? 20% ലാഭമാണ് അയാൾ നേടിയത് അല്ലെ. അങ്ങനെയാണെങ്കിൽ 30% ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നുള്ളതാണ്. ഒരു സാധനത്തിന്റെ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ വാങ്ങിയ വില എന്ന് പറയുന്നത് നമ്മൾ 100% ആയിട്ടാണ് എപ്പോഴും എടുക്കാറ്. അറിയാലോ അല്ലെ. അപ്പൊ ഇത് വാങ്ങിയ വില അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസ് 100% ആണ്. ഇതിൽ 20% ലാഭം നേടുമ്പോൾ അതിന്റെ സെല്ലിംഗ് പ്രൈസ് എത്രയാവുന്നുണ്ട്? 120% ആയിട്ട് മാറുന്നുണ്ട്. അപ്പൊ 120% എന്ന് പറയുന്നത് എത്ര രൂപ എന്ന് തന്നിട്ടുണ്ടോ? 840 എന്ന് തന്നിട്ടുണ്ട്. ഇത് ഇത്ര എഴുതാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? 20% ലാഭം കൂടി ചേർത്താണ് 840ന് വിറ്റത് ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 30% ലാഭത്തിൽ എത്ര രൂപയ്ക്ക് വിൽക്കണം? അല്ലെങ്കിൽ 130% കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നുള്ളതാണ് ചോദ്യം. ഇതാണ് കഥ. അപ്പൊ 120% എന്ന് പറയുന്നത് 840 ആണെങ്കിൽ 130% എത്ര എന്നുള്ളതാണ്. വേറെ ഒന്നുമില്ല, സിമ്പിളാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, ഈ 840ൽ നിന്ന് നമുക്ക് 130% കണ്ടുപിടിക്കാൻ ജസ്റ്റ് ക്രോസ് ചെയ്താൽ പോരെ? ക്രോസ് ചെയ്യാം അല്ലെ. എങ്ങനെ ക്രോസ് ചെയ്യാം? 840നോട് നമ്മൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് വരുന്ന 130 മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, ശേഷം ഇവിടെ കാണുന്ന 120 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 120 കൊണ്ട്. ഓക്കെ ആണല്ലോ. ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 840ഉം 120ഉം കൂടെ ക്യാൻസൽ ചെയ്തിട്ട് 7 എന്ന് എഴുതാം അല്ലെ. ആദ്യം 0 വെട്ടിയിട്ട് ചെയ്താലും മതി. 7 × 13 അല്ലെങ്കിൽ 7 × 130 ചെയ്താൽ മതി അല്ലെ. 7 × 12 84 ആണ്. അപ്പൊ 7 × 13 എന്ന് പറയുന്നത് ആരായിരിക്കും? അത് ഉറപ്പായിട്ടും 91 ആയിരിക്കും. അപ്പൊ അവിടെ ഒരു 0 ഇട്ട് കൊടുത്താൽ മതി.
അപ്പൊ എത്ര രൂപയ്ക്ക് വിറ്റാലാണ് ഇത് കിട്ടുന്നത്? 910 വിറ്റാലാണ് എത്ര ശതമാനം ലാഭം കിട്ടുന്നത്? 30% ലാഭം കിട്ടുന്നത്. ഓക്കെ, ഒരു കാരണവശാലും കോസ്റ്റ് പ്രൈസിലേക്ക് മടങ്ങി പോകാൻ ശ്രമിക്കരുത്. ഈ 120% നിന്ന് 130% വരുന്നതാണ് ഏറ്റവും സിമ്പിൾ കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ടൊന്ന് ചെയ്യുക. ഒരു സാധനം എത്ര രൂപയ്ക്ക് വിറ്റു? 840 വിറ്റപ്പോ 20% ലാഭം കിട്ടി. അങ്ങനെയാണെങ്കിൽ 30% ലാഭം കിട്ടാൻ എത്ര രൂപയ്ക്ക് വിൽക്കണം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നിങ്ങൾ ഇത്രയും മാത്രം ആലോചിക്കുക. 840 രൂപയ്ക്ക് വിറ്റപ്പോൾ അതിൽ എത്ര ലാഭം കിട്ടി? 20%. അല്ലെ? അപ്പൊ 20% ലാഭം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് 120 എന്നതിന്റെ താഴേക്ക് എഴുതുക. 840 ഡിവൈഡഡ് ബൈ 120. അപ്പൊ നമുക്ക് ഇനി എത്ര കിട്ടണം? 30 കിട്ടണം. അങ്ങനെയാണെങ്കിൽ കിട്ടേണ്ടത് 30 കൂടെ ചേർത്ത് 130 ഇവിടെ എഴുതുക. 840നെയും 120നെയും കൂടെ ക്യാൻസൽ ചെയ്താൽ 7 എന്ന് കിട്ടും. 7 × 130. 130നെ 7 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് കിട്ടുന്നത് 910. കണ്ടോ? അപ്പൊ എത്ര രൂപയ്ക്ക് വിൽക്കണം? 910 രൂപയ്ക്ക്. എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം, അല്ലെ? നിങ്ങൾ എല്ലാവരും ചെയ്ത് കഴിഞ്ഞു കാണും. ഞാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ചോദ്യം, 9 km/h എന്നത് ഡാഷ് മീറ്റർ/സെക്കൻഡ് ആണ്. നോക്കാം. 9 km/h ഇങ്ങോട്ടേക്ക് മാറ്റണം, മീറ്റർ/സെക്കൻഡിലേക്ക്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. km/h എന്നതിനെ മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ നമ്മൾ എന്ത് ചെയ്യണം? 5/18 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. km/h മീറ്റർ/സെക്കൻഡിലേക്ക് കൊണ്ടുപോകാൻ എന്ത് വേണം? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ശരിയല്ലേ? ഇപ്പൊ കയ്യിലുള്ളത് 9 ആണ്. 9നെ എന്ത് ചെയ്യുക? 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ 9നെയും ഈ 18നെയും കൂടെ ക്യാൻസൽ ചെയ്താൽ 2 കിട്ടും. അപ്പൊ നമ്മുടെ റിസൾട്ട് എന്ന് പറയുന്നത് 5/2 ആണ്. 5ന്റെ പകുതിയാണ്. 5ന്റെ പകുതി എന്ന് വെച്ചാൽ ആക്ച്വലി 2.5 അല്ലേ? 2.5 അല്ലേ? കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആൻസർ, 2.5. തെറ്റിക്കല്ലേ. ഇവിടെ തന്നിട്ടുള്ള എന്താണ്ടാ? 9 km/h ആണ്. അതിനെ മീറ്റർ/സെക്കൻഡിലേക്കാണ് മാറ്റിയത്. എങ്ങനെയാ? 9 അതുപോലെ എഴുതുക. മീറ്റർ/സെക്കൻഡിലേക്ക് മാറ്റാൻ 5/18 ആണ് കൊടുക്കേണ്ടത്, അല്ലെ? ഈ 9നെയും ഈ 18നെയും കൂടെ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ 2 എന്ന് എഴുതി. 5ന്റെ പകുതി, 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2.5. തെറ്റിക്കരുത്. ഇത്രയേ ഉള്ളൂ കാര്യം. സിമ്പിൾ അല്ലേ? എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യമല്ലേ? യെസ്. അടുത്തൊരു ചോദ്യം, 2 എണ്ണൽ സംഖ്യകളുടെ ലസാഗു 60, അവയുടെ ഉസ്സാഗ 8 ആയാൽ സംഖ്യകളുടെ ഗുണനഫലം എന്ത്? നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. 2 സംഖ്യകൾ എയും ബിയും എന്നിരിക്കട്ടെ. ആ 2 സംഖ്യകളുടെ ഗുണനഫലം എ ബി എന്ന് പറയുന്നത് ഈ 2 സംഖ്യകളുടെ ലസാഗുവിന്റെയും ഉസ്സാഖയുടെയും ഗുണനഫലത്തിന് തുല്യാണ്. ഈ 2 സംഖ്യകളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലസാഗുവിന്റെയും ഉസ്സാഖയുടെയും ഗുണനഫലമാണ്. അപ്പൊ ഇവിടുത്തെ ലസാഗു 60, ഉസ്സാഖ 8 ആണല്ലോ. അപ്പൊ ഇവിടുത്തെ ഗുണനഫലം അഥവാ പ്രോഡക്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചോദിച്ചാൽ 60നെ 8 കൊണ്ട് ഗുണിച്ചാൽ മാത്രം മതി, അല്ലെ? 6 8 48, ഒരു 0 കൂടെ കൊടുത്തോളൂ. ആൻസർ 480. തെറ്റരുത്. സിമ്പിൾ ആയിട്ട് കിട്ടും. വേറെ ഒന്നുമില്ല. ലസാഗു ഉസ്സാഖ തന്നിട്ട് ഗുണനഫലം ചോദിച്ചാൽ ഈ 2 സംഖ്യകളെ ഗുണിച്ചെഴുതുന്ന ജോലി മാത്രമേ ഉള്ളൂ. ആൻസർ 480. ചെയ്യാൻ പറ്റിയില്ലേ? കിട്ടിയില്ലേ? അടുത്തൊരു ചോദ്യം, ഒരു സംഖ്യയുടെ 10 മടങ്ങ് 2000 ആയാൽ സംഖ്യ ഏത്? ഇത്രയും സിമ്പിൾ ആയിട്ടൊരു ചോദ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെ? കേരള PSCയുടെ പ്രീവിയസ് ആണ്, 2023 ചോദിച്ചാണ്. ഒരു സംഖ്യയുടെ 10 മടങ്ങ് 2000 ആയാൽ സംഖ്യ ഏത്? ഇവിടെ ആരെങ്കിലും ഇനി ആലോചിച്ച് സമയം കളയോ? ഇല്ല. 2000 എഴുതുക. ഇവിടെ 10 മടങ്ങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എന്ന് വെച്ചാൽ 10 കൊണ്ട് ഗുണിച്ചതാണ്. അപ്പൊ ആൻസർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 10 കൊണ്ട് ഹരിച്ചാൽ മതി. 2000/10 എങ്ങനെ എഴുതുക? 200. അപ്പൊ സംഖ്യ ഏത് എന്ന് ചോദിച്ചാൽ 200. 200ന്റെ 10 മടങ്ങാണ് 2000, അല്ലെ? അപ്പൊ ഏതോ ഒരു സംഖ്യയുടെ 10 മടങ്ങ് 2000 ആണെങ്കിൽ സംഖ്യ കണ്ടുപിടിക്കാൻ 2000നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആൻസർ 200, അല്ലെ? അധികം പറഞ്ഞ സമയം കളയണോ? വേണ്ട. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്ന ചോദ്യങ്ങൾ. അപ്പൊ ഈ ചോദ്യങ്ങൾ 10 എണ്ണം ഉണ്ടായിരുന്നു. ഈ 10 എണ്ണത്തിൽ നിങ്ങൾക്ക് സ്വന്തമായി എത്ര എണ്ണം കണ്ടുപിടിക്കാൻ പറ്റി? ചോദ്യം കാണുമ്പോൾ തന്നെ അറിയാം എല്ലാവർക്കും ഒരുവിധം ടോപ്പിക് അറിയാവുന്ന എല്ലാവർക്കും 10 മാർക്കും കിട്ടിയിട്ടുണ്ടാവും, അല്ലെ? ചിലപ്പോൾ 1 or 2 മാർക്ക് ചിലർക്കെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും. അപ്പൊ ആ ചോദ്യങ്ങൾ ഒന്നും കൂടെ ചെയ്ത് സെറ്റാക്കിക്കോണേ. അപ്പൊ ഈ
10 ചോദ്യങ്ങളെ ഇവിടെ പറയുന്നുള്ളൂ. ആ 10 ചോദ്യങ്ങൾ പല ടോപ്പിക്കിൽ നിന്നാണ് അല്ലെ. ഒരുപോലെയുള്ള ടോപ്പിക്സ് ഏതെങ്കിലും നമ്മൾ എടുത്തിട്ടുണ്ടോ? ഇല്ല, പല ടോപ്പിക്കിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പൊ ആ പല ടോപ്പിക്കിൽ നിന്ന് നമ്മുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ ആ ചോദ്യങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായ ഓർഡറിൽ പഠിച്ചു വെക്കുക. അപ്പൊ തൊട്ടടുത്ത ക്ലാസ്സിൽ നമുക്ക് മെന്റൽ അബിലിറ്റിയിലെ ഒരു 10 ചോദ്യങ്ങൾ നോക്കാം. ഓക്കെ, മാത്സിലെ ഈ 10 ചോദ്യങ്ങൾ സെറ്റ് ആണല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ മെന്റൽ അബിലിറ്റിയിലെ 10 ചോദ്യങ്ങളായിരിക്കും നോക്കുന്നത്. ആ ചോദ്യങ്ങൾക്കായിട്ട് എല്ലാവരും കാത്തിരിക്കുക. ഓക്കെ, നമുക്ക് 2025 വരാനിരിക്കുന്ന കേരള PSCയുടെ പരീക്ഷകൾക്കായിട്ടുള്ള പ്രിപ്പറേഷൻസ് ഓൾറെഡി എൻട്രി ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പല കോഴ്സുകളും റണ്ണിങ് ആണ്. പിന്നെ മാത്രമല്ല റിവിഷൻ കോഴ്സസ് നടക്കുന്നുണ്ട്. LGSന്റെ റിവിഷൻ കോഴ്സ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഫസ്റ്റ് കമന്റ് നോക്കുക. അതിനകത്തൊരു ഫോം ഫില്ല് ചെയ്യാനായിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ഫോം ഫില്ല് ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് അറിയേണ്ടത്, കോഴ്സിനെ കുറിച്ച് അറിയേണ്ട കാര്യങ്ങൾ അറിയാവുന്നതാണ്. മാത്രമല്ല എന്നോടൊപ്പം ഒരു നമ്പറും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വിളിച്ചാലും കോഴ്സുകളെ കുറിച്ച് അറിയാൻ പറ്റും കേട്ടോ. അപ്പൊ പഠനം നേരത്തെ തുടങ്ങുക, നേരത്തെ തന്നെ പഠിച്ച് സെറ്റാക്കി വെക്കുക, എത്രയും പെട്ടെന്ന് തന്നെ ജോലിയിലേക്ക് എത്തിച്ചേരുക. അപ്പൊ റിവിഷൻ കൃത്യമായി ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.